Hi friends, Mr. Ratana പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വിഷ്ണുദാസ്. ഇത്രയും നാൾ ഞാൻ എൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ യൂസ് ചെയ്ത മൈക്കാണ് ഈ ബോയയുടെ M11 എന്ന് പറഞ്ഞ ഈ ഒരു ലെവലിയർ മൈക്ക്. ഇതൊരു 20 അടി നീളമുണ്ട് ഈ ഒരു വയറിന്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ എല്ലാ വീഡിയോസും ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു മൈക്കും കൂടി വാങ്ങി ക്യാമറയുടെ മുകളിൽ ഫിറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്. അത് ഞാൻ എൻ്റെ രണ്ടാമത്തെ ചാനലായ മിസ്റ്റർ റാട്ട സ്ക്രിപ്റ്റോയിൽ കൂടുതൽ വീഡിയോസ് ഷൂട്ട് ചെയ്യുമ്പോഴും ഞാൻ ആ മൈക്ക് ഉപയോഗിച്ചിട്ടാണ് കമ്പ്യൂട്ടറിൽ റെക്കോർഡ് ചെയ്യാറ്. അത് ബോയ M1 എന്ന് പറഞ്ഞ മൈക്കാണ്. അതാണ് ഇപ്പോൾ ഈ ഒരു ക്യാമറയുടെ മുകളിൽ ഫിറ്റ് ചെയ്തിട്ട് ഈ വോയിസ് നിങ്ങൾ കേൾക്കുന്നത് അതിലൂടെയാണ്. അപ്പോൾ ഈ രണ്ട് മോഡലിന്റെ റിവ്യൂ അൺബോക്സിംഗ് ഞാൻ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ മോഡൽസ് എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട് നിങ്ങൾക്ക് ആ വീഡിയോ തീർച്ചയായിട്ടും കാണാം. താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഈ രണ്ട് മോഡലുകളും ഏകദേശം 1000 രൂപ റേഞ്ചിൽ വരുന്നതാണ്. ഈ ഒരു ബോയ MM1 എന്ന് പറഞ്ഞ ഈ ഒരു വയർഡ് മൈക്ക് ഇത് ഏകദേശം 20 അടിയോളം നീളമുണ്ട് ഈ ഒരു വയറിന്. അപ്പോൾ നല്ല ദൂരത്തുള്ള രീതിയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇതാണ് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തേക്കുന്ന മൈക്കും. ഇത് ഏകദേശം 1000 രൂപയുടെ അടുത്ത് വരുന്നുണ്ട്. ഇതല്ലാതെ ബോയ M1 എന്ന മോഡലുണ്ട് ഈ ഒരു ക്യാമറയുടെ മുകളിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നതും. ഇപ്പൊ ഈ വോയിസ് കേൾക്കുന്നത് നിങ്ങൾ അതിലൂടെയാണ്. അതിനും ഏകദേശം 1300 രൂപയോളം വില വരുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും ഞാൻ ഒരുപാട് നാളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ പോസിറ്റീവ് സൈഡ് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് വളരെ ചീപ്പ് റേറ്റിൽ നല്ല ക്വാളിറ്റിയിലുള്ള മൈക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നവർക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് റെക്കമെൻഡ് ചെയ്യപ്പെടുന്ന മൈക്കുകളിലൊന്നാണ് ബോയ MM1 എന്നും പറയുന്നത്. അപ്പൊ ഇത് രണ്ടും ഞാൻ മാക്സിമം യൂസ് ചെയ്തു. പക്ഷെ ഈ അടുത്ത് ഈ ഒരു ബോയ MM1 ചെറിയ രീതിയിൽ നോയ്സ് ഒക്കെ കേറി തുടങ്ങി. അതായത് ഈ വയറങ്ങനെ അളകുമ്പോൾ പിന്നെ ഇതിൽ ബാറ്ററി ഇടണം ക്യാമറയിൽ യൂസ് ചെയ്യുമ്പോൾ. അപ്പൊ അതൊക്കെ ഇടയ്ക്ക് ഓഫായി പോയില് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്നു തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു പുതിയൊരു മൈക്ക് എടുക്കാം. അത് കുറച്ചുകൂടി യൂസർ ഫ്രണ്ട്ലി ആയിരിക്കണം എന്ന് എഴുതിയിട്ടാണ് ഞാൻ ഈ ഒരു മോഡൽ വാങ്ങിയത്. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ അൺബോക്സ് ചെയ്ത് റിവ്യൂ ചെയ്യാൻ പോകുന്നത് റോഡിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് വയർലെസ് ഗോ ടു എന്ന് പറഞ്ഞ മൈക്കാണ്. ഇതൊരു വയർലെസ് മോഡലാണ്. 2 ട്രാൻസ്മിറ്റേഴ്സും ഒരു റിസീവറാണ് ഇതിന്റെ അകത്തുള്ളത്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോ നമ്മൾ മുഴുവൻ കവർ ചെയ്യാൻ പോകുന്നത്. ഇത് ഞാൻ വാങ്ങിയത് ടാറ്റ ക്ലിക്ക് എന്ന് പറഞ്ഞ വെബ്സൈറ്റിലാണ്. ഇത് കുറച്ച് എക്സ്പെൻസീവ് മോഡലാണ്. ഒരു ബിഗിനർ എന്ന രീതിയിൽ ആർക്കും ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യില്ല. ഇത് ഏകദേശം 26,000 രൂപയോളം വരുന്നുണ്ട്. ഇപ്പൊ കറന്റ് എനിക്കൊരു ഓഫർ അടക്കം 24,000 രൂപയ്ക്കാണ് ടാറ്റ ക്ലിക്കിൽ നിന്ന് കിട്ടിയത്. ഒരു ക്രെഡിറ്റ് കാർഡിന്റെ ഓഫർ ഉണ്ടായിരുന്നു. പിന്നെ എന്തൊരു കൂപ്പൺ കോഡ് ഉണ്ടായിരുന്നു. അത് വെച്ച് 24,000 രൂപയോളായി. ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ ചാനലിൽ ഇത് ഒരു മുതൽക്കൂട്ടാകും എന്ന് കരുതി നിങ്ങൾ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ആമസോണിന്റെ ഫ്ലിപ്കാർട്ടിന്റെ സെയിൽ വരുന്നുണ്ട് ഒരു 10-15 ദിവസത്തിനുള്ളിൽ. ആ സമയത്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ വിലക്കുറവിൽ ഈ ഒരു മോഡൽ വാങ്ങാൻ പറ്റും. ഞാൻ ഏതായാലും ആമസോണിന്റെ ഫ്ലിപ്കാർട്ടിന്റെ ലിങ്ക്സ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ ഈ ഒരു റിവ്യൂ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് വഴി വാങ്ങാവുന്നതാണ്. അപ്പൊ നമുക്ക് ഏതായാലും ഇത് അൺബോക്സ് ചെയ്തിട്ട് ഇതിന്റെ എന്തൊക്കെയുണ്ട് കണ്ടന്റ്സ് നോക്കി നോക്കാം. അതിനുശേഷം ഇത് റിവ്യൂ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് ഇതിന്റെ ക്വാളിറ്റി എന്നൊക്കെ. അപ്പൊ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ബോക്സിന്റെ ഫ്രണ്ടിൽ തന്നെ ഇതിന്റെ മൈക്കിന്റെ റിസീവറിന്റെയും ട്രാൻസ്മിറ്ററിന്റെയും പടം കൊടുത്തിട്ടുണ്ട്. അടിയിൽ തന്നെ റോഡ് മൈക്രോഫോൺസ് കൊടുത്തിട്ടുണ്ട്. മുകളിൽ വയർലെസ് ഗോ ടു എന്ന് എഴുതിയിട്ട് അതിന്റെ അടിയിൽ ഡുവൽ ചാനൽ വയർലെസ് മൈക്രോഫോൺ സിസ്റ്റം എന്ന് കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ 4 USB-C ഡിവൈസസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സി ടൈപ്പ് കേബിൾസ് യൂസ് ചെയ്യുന്ന എല്ലാ ഡിവൈസായിട്ട് കമ്പാറ്റബിൾ ആയിരിക്കും. പിന്നെ മെയ്ഡ് ഫോർ ഐഫോൺ, ഐപാഡ്, ഐപോഡ്. അപ്പം ആപ്പിളിനും കമ്പാറ്റബിൾ ആണ്. റൈറ്റ് സൈഡിലുള്ളത് ഡുവൽ ചാനൽ വയർലെസ് ആണ്. അപ്പോൾ 2 മൈക്രോഫോൺസ് ഉണ്ട്. അതാണ് ഈ 2 3.5 mm കേബിൾ ആയിട്ട് കമ്പാറ്റബിൾ ആണ്. USB Type-C ആയിട്ട് കമ്പാറ്റബിൾ ആണ്. iOS ഓഡിയോ ഔട്ട്പുട്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് 3.5 mm ഉപയോഗിച്ചിട്ട് വേണമെങ്കിലും കണക്ട് ചെയ്യാം. അതല്ലെങ്കിൽ USB Type-C ഇൻപുട്ടുള്ള ഡിവൈസസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ബിൽഡിന്റെ മൈക്രോഫോണിന്റെ 2.4 GHz ഡിജിറ്റൽ ട്രാൻസ്മിഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഏറ്റവും ബാക്കിലുള്ളത് ഇതിന്റെ മോഡൽ, അതിന്റെ മാനുഫാക്ചറിങ് പ്രൈസുകളൊക്കെയാണ്. കണ്ടന്റ്സ് എന്തൊക്കെയാ നോക്കി നോക്കാം. ഒരു റിസീവർ ഉണ്ട്, 2 ട്രാൻസ്മിറ്റർ, അതാണ് ഫ്രണ്ടിലെ പടം. പിന്നെ 3 ഫർ വിൻഷീൽഡ്, അതായത് നോയ്സ് ക്യാൻസലേഷൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. പിന്നെ 3 Type-C കേബിൾ ഉണ്ട്. ഒരു TRS കേബിൾ ഉണ്ട്. ഇത് ക്യാമറയും അല്ലെങ്കിൽ ലാപ്ടോപ്പൊക്കെ ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. പിന്നെ ഒരു ക്യാരി പൗച്ചും ഉണ്ട്. അപ്പൊ നമുക്ക് ഏതായാലും ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇതിന്റെ കണ്ടന്റ്സ് നോക്കി നോക്കാം. ഓക്കെ, ഇതിലുള്ളത് ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്, USB Type-C കേബിൾ 1, 2, 3 Type-C കേബിൾ, ഒരു TRS കേബിൾ മാറ്റിയിരിക്കുന്നു, ഒരു ക്യാരിയിങ് പൗച്ച്, ഇത് കൊണ്ടുനടക്കാം എളുപ്പത്തിന്. നമുക്ക് ഞാൻ തുറന്നു നോക്കാം. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ 3 വെച്ചിട്ട് കേബിൾ അടക്കം കൊണ്ടുനടക്കാം. ഇത് മാറ്റി വയ്ക്കാം. ഇതാണ് നമ്മുടെ മൈക്കുകളും അതിൻ്റെ വിൻഷീൽഡുകളും. ഇപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ റോഡിൻ്റെ 2 റിസീവേഴ്സും, ഇതാണ് ട്രാൻസ്മിറ്റർ. ഇതാണ് നമ്മൾ ക്യാമറയും മൊബൈൽ എന്താണ് യൂസ് ചെയ്യുന്നത് അതായിട്ട് കണക്ട് ചെയ്യുന്നത്. ഫ്രണ്ടിലുള്ളത് റോഡിന്റെ വയർലെസ് ഗോ ടു എന്ന് പറഞ്ഞ ലോഗോ ഉണ്ട്. ഒരു ചെറിയ സ്ക്രീൻ ഉണ്ട്, നമുക്ക് ഓൺ ആക്കി നോക്കിക്കാം. ലെഫ്റ്റ് സൈഡിലുള്ളത് Type-C പോർട്ടും TRS കേബിൾ കണക്ട് ചെയ്യാനുള്ളതും. ഏറ്റവും അടിയിൽ DBയുടെ ഒരു ബട്ടൺ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ പാരിയുള്ള ബട്ടൺ ആണെന്ന് തോന്നുന്നത്. നമുക്ക് നോക്കി നോക്കാം. റൈറ്റ് സൈഡിൽ വയർലെസ് ഗോ ടു എന്ന് എഴുതിയിട്ടുണ്ട്. ഏറ്റവും മുകളിൽ ഓൺ ഓഫ് സ്വിച്ചും, ഇത് നമുക്ക് ക്ലിപ്പ് ചെയ്യാനുള്ളതും. അപ്പൊ ഇത് രണ്ടുമാണ് മൈക്ക്, അതായത് ട്രാൻസ്മിറ്റേഴ്സ്. അപ്പൊ ഇതിന്റെ ഫ്രണ്ടിലുള്ളത് റോഡ് വയർലെസ് ഗോ ടു എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിൽ സ്ക്രീനൊന്നും ഇല്ല കേട്ടോ. മുകളിലുള്ളത് പാരിങ്ങിന്റെ ഒരു ഇൻഡിക്കേറ്ററും പിന്നെ ചാർജ് എത്രത്തോളം ഉണ്ടെന്ന് അറിയിക്കുന്ന ഒരു ഇൻഡിക്കേറ്റർ ആണ്. ഇതാണ് മൈക്ക്. പിന്നെ ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു റോഡിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും സാധാരണ ഈ ഒരു രീതിയിലുള്ള മൈക്ക് ഉണ്ടല്ലോ,
ഞാൻ എത്ര നാൾ യൂസ് ചെയ്ത് പോയാൽ പോകണം. ഇതേപോലത്തെ മൈക്കുകളുടെ ചെറുത് വേണമെങ്കിൽ ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് കോളറിന് കുറച്ചുകൂടി അടുത്ത് വളർത്തി വെക്കാൻ പറ്റും. അപ്പൊ കുറച്ചുകൂടി നന്നായിട്ട് സൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് ചാർജ് ചെയ്യാനുള്ള പോർട്ടാണ്, ടൈപ്പ് സി പോർട്ട്. പിന്നെ ഇത് ഷർട്ടുമ്പോൾ ക്ലിപ്പ് ചെയ്യാനുള്ളത്. പിന്നെ ഓൺ ഓഫ് ബട്ടൺ, വയർലെസ് ഗോ ടു എന്ന് കൊടുത്തിട്ടുണ്ട്. സെയിം അകപ്പാടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതിന്റെ അടിയിൽ DBയും അതേപോലെ തന്നെ ഈ റിസീവറിൽ DBയും അതേപോലെ തന്നെ പെയർ ചെയ്യാനുള്ള സ്വിച്ചസ് ഉണ്ട്. ഇതിന്റെ മുകളിൽ വേറെ ഇൻഡിക്കേറ്റേഴ്സ് ഒന്നും ഇല്ല. ഇതിൽ ചാർജ് എത്രത്തേന്ന് കാണിക്കുന്നതൊക്കെ എനിക്ക് തോന്നുന്നു ഈ ഒരു LCD പാനലിലായിരിക്കും. ഈ ഒരു ഇതിൽ ചാർജിന് ഇൻഡിക്കേറ്റർ ഉണ്ട്, പിന്നെ പെയർ ചെയ്ത ഇൻഡിക്കേറ്റർ ഉണ്ട്, ഇതിലൊരു മൈക്കും ഉണ്ട്. ഇത് കുറച്ചുകൂടി ബെറ്റർ ആക്കിയിട്ടാണ് ചെയ്തേക്കുന്നത് റോഡ് വയർലെസ് 1-നേക്കാളും. കാരണം ഇതിൽ ക്ലിപ്പ് ചെയ്ത് വെക്കാൻ പറ്റും, മറ്റേ ക്ലിപ്പ് ചെയ്ത് വെക്കാൻ പറ്റില്ല. അപ്പൊ ഇത് നമ്മൾ വെച്ചിട്ട് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ക്ലിപ്പായിട്ടിരിക്കും. ഓക്കെ, ഇത് ലോക്കായി. ഇത് എത്ര പിടിച്ച് വലിച്ചാലും താഴെ പോവില്ല, നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് തന്നെ ഇരുന്നോളും. അപ്പോൾ ഇത് ഈ രീതിയിൽ ഞാൻ ഫിറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ നമുക്ക് ഏതായാലും ഇത് ഓൺ ചെയ്ത് നോക്കി നോക്കാം, ചാർജ് ഉണ്ടാവുമെന്ന് അറിയില്ല. വയർലെസ് ഗോട്ടൂടെ സിമ്പിൾ വന്നു. 1 2 കാണിക്കുന്നതാണ് ഈ മൈക്കുകൾ, ട്രാൻസ്മിറ്റേഴ്സുകൾ. പിന്നെ ചാർജ് എത്ര ഉണ്ടെന്ന്, അപ്പോൾ ഈ നടുവിൽ കാണിക്കുന്നതാണ് ഇതിന്റെ ചാർജ് എത്രത്തോളം ഉണ്ട്, റേഞ്ചിൽ എത്ര ഉണ്ട് എന്നുള്ളത് കാണിക്കുന്നത്. നമുക്ക് ഏതായാലും ഒരു മൈക്ക് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ആയിട്ടോ, അതായത് ഒരു നീല ലൈറ്റ് കത്തുന്നുണ്ടല്ലേ. ആദ്യത്തത് പെയർ ആയിട്ടുണ്ട് നിങ്ങൾക്ക്. അത് റിസീവർ നമ്പർ 2 ആണ്. നമുക്ക് റിസീവർ നമ്പർ 1 ഒന്ന് ഓൺ ആക്കി വെക്കാം. ഓട്ടോമാറ്റിക്കായിട്ട് പെട്ടെന്ന് തന്നെ പെയർ ആയിട്ടോ, അതും പെയർ ആയിട്ടുണ്ട്. അപ്പൊ രണ്ടും ഒരേ രീതിയിൽ രണ്ടും വർക്ക് ചെയ്യുന്നുണ്ട് പ്രോപ്പർ ആയിട്ടുള്ള. അതിന്റെ എത്ര ബാറ്ററി ഉണ്ട്, കണക്ടിവിറ്റി എങ്ങനെയുണ്ടെന്നൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഡിവൈസിന്റെ ഉള്ളിൽ തന്നെ ഏകദേശം 40 മണിക്കൂറോളം റെക്കോർഡ് ചെയ്യാനുള്ള മെമ്മറി ഈ ഒരു റിസീവറിനകത്ത് തന്നെ ഉണ്ട്. ക്വിക്ക് സ്റ്റാർട്ടർ ഗൈഡ് എടുത്ത് നോക്കി നോക്കാം. അപ്പോൾ ഇതിൽ പെയർ ചെയ്യുന്ന കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ഓൾറെഡി പെയർഡാണ്. ഇപ്പോൾ ഇത് ഇന്റർവ്യൂവിനൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. എങ്ങനെയാണ് ക്യാമറയുടെ മുകളിൽ ഫിറ്റ് ചെയ്യേണ്ടതെന്ന് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഡെസിബിൾസിന്റെ കാര്യം കൊടുത്തിട്ടുണ്ട്. പിന്നെ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യാനുള്ള ടൈപ്പ് സി പോർട്ടിന്റെ കാര്യം കൊടുത്തിട്ടുണ്ട്. ഫോണിലും കണക്ട് ചെയ്യേണ്ടത് ടൈപ്പ് സി പോർട്ട് ഉപയോഗിച്ചിട്ടാണ് ഇതിൽ കാണിച്ചിരുന്നത്. ആൻഡ്രോയിഡ് അതിൽ ഐഫോണിൽ അതിൻ്റെതായ കൺവേർട്ടർ വാങ്ങേണ്ടി വരും. പിന്നെ ഡെസിബലും ഇതിന്റെയും ഓരോ 3 സെക്കൻഡ് അമർത്തി പിടിച്ചു കഴിഞ്ഞാൽ രണ്ടും കൂടി കമ്പൈൻ ആയിട്ട് ഒറ്റ ചാനലായിട്ട് വരും. അപ്പോൾ 2 ട്രാൻസ്മിറ്ററിന്റെയും സിഗ്നൽസ് ഒറ്റ വേവ് ഫോം ആയിട്ട് വരും, അതായത് കമ്പൈൻ ആയിട്ട് വരും. അത് നമുക്ക് കാണിച്ചാൽ ഇപ്പോൾ 2 ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണാം. ഞാൻ വർത്തമാനം പറയുമ്പോൾ 2 വരുന്നത്. അപ്പോൾ ഇത് രണ്ടും അമർത്തി പിടിച്ചു കഴിഞ്ഞാൽ ഈ 2 ട്രാൻസ്മിറ്ററിന്റെയും ഓഡിയോ ഒന്നാക്കി വരുന്നതാണ് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് കാണാം 2 ട്രാൻസ്മിറ്ററിന്റെയും സിഗ്നൽ ഒരേപോലെ ക്യാപ്ചർ ചെയ്ത് സിംഗിൾ ഓഡിയോ ആക്കി മാറ്റുകയാണ്. ഇനി വീണ്ടും അമർത്തി കഴിഞ്ഞാൽ 2 നോക്കാം. ഓക്കെ, അപ്പൊ ഇത് രണ്ടും തനിത്തനിയായിട്ട്. അപ്പൊ ഇന്റർവ്യൂ ചെയ്യുന്നവർക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് രണ്ടും 2 ഓഡിയോ ഫയലായിട്ട് എടുക്കുന്നതായിരിക്കും. ഇപ്പൊ സിംഗിൾ ആയിട്ട് ചെയ്യുന്നവർക്ക് ഈ 2 ട്രാൻസ്മിറ്ററിന്റെ ആവശ്യമില്ല. അപ്പോൾ ഒരെണ്ണം വെച്ചിട്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഏതായാലും ഇതൊന്ന് ഈ ഒരു ക്യാമറയിൽ കണക്ട് ചെയ്ത് ഈ ഒരു ട്രാൻസ്മിറ്റർ ഞാൻ എൻ്റെ മൈക്കിന് പകരം യൂസ് ചെയ്ത് നോക്കാം. എന്നിട്ട് ക്വാളിറ്റി എങ്ങനെയുണ്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പൊ നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് ബോയയുടെ M1 എന്ന് പറഞ്ഞ നോർമൽ മൈക്കിലൂടെയാണ്. അതിന്റെ കുറിച്ചുള്ള വീഡിയോ ഞാൻ തനിയായിട്ട് ചെയ്തിട്ടുണ്ട്, കാണാൻ താല്പര്യമുള്ളവർക്ക് കാണാം. അപ്പൊ ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഈ ഒരു റിസീവർ ഞാൻ എൻ്റെ ക്യാമറയുടെ മുകളിൽ ഫിറ്റ് ചെയ്തിട്ട് ഈ ഒരു മൈക്കിലൂടെയുള്ള ശബ്ദമായിരിക്കും. അപ്പൊ ഇത്ര നേരം നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഈ ഒരു മൈക്ക് വെച്ചിട്ടാണ്. ഇത് ഞാൻ റിമൂവ് ചെയ്തിട്ട് ഞാൻ ഈ ഒരു റോഡിന്റെ റിസീവർ ഞാൻ ഇതിൽ ക്ലിപ്പ് ചെയ്ത് തരാൻ പോവാണ്. ഈ ഒരു ക്യാമറ സ്ലൈഡ് ചെയ്തിട്ട് ഈ ഒരു ഇതിൻ്റെ ഉള്ളിലേക്ക് ക്ലിപ്പ് ചെയ്ത് വയ്ക്കുന്നു. അതിൽ ഇതിൻ്റെ തന്നെ TRS വയർ ഉണ്ട്, അത് ഞാൻ ഇതിൽ കണക്ട് ചെയ്തിട്ട് എൻ്റെ ക്യാമറയുടെ ഇൻപുട്ടിലേക്ക് കൊടുക്കുകയാണ്. അപ്പൊ ഞാൻ ഈ ഒരു ട്രാൻസ്മിറ്ററിലൂടെ സംസാരിക്കുന്നതാണ് ഈ ഒരു ഇവിടെ കാണിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ക്യാമറയിൽ റെക്കോർഡ് ചെയ്ത് നോക്കിയൊക്കെ എത്രയും ക്വാളിറ്റി ഈ ഒരു ഓഡിയോക്ക് ഇതിലുണ്ടാവും എന്നുള്ളത്. ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന ഈ രംഗങ്ങൾ ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത് എൻ്റെ മൊബൈലിലാണ്, Pixel 5. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഇന്റേണൽ മൈക്കിന്റെ ഓഡിയോ ആണ്. നമുക്ക് ഏതായാലും ഇനി ഈ ഒരു ക്യാമറയിൽ ഷൂട്ട് ചെയ്തിട്ട് ഈ ഒരു റിസീവറിന്റെയും ട്രാൻസ്മിറ്ററിന്റെയും ക്വാളിറ്റി എത്രത്തോളം ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ മൊബൈൽ ഫോണിലൂടെ റെക്കോർഡ് ചെയ്യുന്ന വിഷ്വൽസ് ആണ്. ഓഡിയോ അതിന്റെ തന്നെ ഇന്റേണൽ മൈക്ക് ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ ഞാൻ മൊബൈലായിട്ട് ഈ ഒരു ഡിവൈസ് കണക്ട് ചെയ്യാണ്. ഇപ്പൊ എന്റെ പിക്സൽ ആണ്, അപ്പോൾ C ടൈപ്പ് ഡിവൈസ് ആണ്. പിക്സൽ മേടിക്കുമ്പോൾ നിങ്ങൾക്ക് 2 സൈഡിലും ടൈപ്പ് C ഉള്ള കേബിളാണ് കിട്ടുക. ചാർജറും അങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഈ ഒരു ടൈപ്പ് C പോർട്ടിലേക്ക് നമ്മൾ ഈ ഒരു കേബിള് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ ഇതെന്റെ പിക്സലിൽ കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് മൊബൈൽ ഫോണിൽ കണക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ മൊബൈലാണ് നിങ്ങൾ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പോകുന്നതെങ്കിൽ ഈ ഒരു രീതിയിലുള്ള കേബിൾ മേടിച്ചിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ആൻഡ്രോയിഡ് ഡിവൈസസിന്. ഇപ്പോൾ ഐഫോൺ ആണെങ്കിൽ ഇതിന്റെ ഒരു കൺവേർട്ടർ കേബിൾ കിട്ടും. ആ ഒരു കൺവേർട്ടർ കേബിളിന്റെ ലിങ്ക് ഞാൻ ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങളിപ്പോൾ കേട്ടോണ്ടിരിക്കുന്ന ഓഡിയോ എന്ന് പറയുന്നത് റോഡിന്റെ വയർലെസ് ഗോട്ടുള്ള ഓഡിയോ ആണ്. ഞാനിതിൽ ഈ ഒരു വിൻഷീൽഡ് ഓൾറെഡി പിടിപ്പിച്ചിട്ടുണ്ട്. അതല്ലാത്ത രീതിയിൽ ഞാൻ ഇതൊന്ന് കേൾപ്പിച്ച് തരാം നിങ്ങൾക്ക്. അപ്പോൾ എത്രത്തോളം ഡിഫറൻസ് ഉണ്ടാവും നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ അത് വിൻഷീൽഡ് ഊരിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എത്രത്തോളം ക്വാളിറ്റി ഡിഫറൻസ് ഉണ്ടാവും എന്നുള്ളത് വൺസ് എഡിറ്റിംഗ് ടേബിൾ വന്നാൽ എനിക്ക് അറിയുള്ളൂ. എന്നാലും
വലിയ രീതിയിലുള്ള ഡിഫറൻസ് എനിക്ക് അറിയാൻ പറ്റില്ല. കാരണം ഇവിടെ അത്രയും വലിയ കാറ്റൊന്നുമില്ല. നല്ല കാറ്റുണ്ടെങ്കിൽ ഈ ഒരു വിൻഷീൽഡ് വെക്കണതിനുള്ള യൂസ് ഉണ്ടാവും. ഇപ്പൊ കറന്റ് വലിയ കാറ്റൊന്നുമില്ല. പക്ഷെ ഓഡിയോ നല്ല ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇതിന് തൊട്ട് മുമ്പ് ഷൂട്ട് ചെയ്ത രംഗങ്ങളൊക്കെ ഞാൻ ഈ ഒരു ബോയ് M1 വെച്ചിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത് വോയിസ്. അപ്പൊ ഈ ഒരു മൈക്ക് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു മൈക്കിന് വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഡിഫറൻസ് ഉറപ്പായിട്ടും ഉണ്ടാവും. കാരണം ഇത് എന്റെ കോളറിനടുത്താണ് ഇരിക്കുന്നത്, മറ്റേത് ക്യാമറയുടെ മുകളിലുണ്ട്. അപ്പൊ സൗണ്ട് ക്വാളിറ്റിയും സൗണ്ടിന്റെ വോളിയത്തിലൊക്കെ ഒരുപാട് ഡിഫറൻസസ് ഉണ്ടാവും. അപ്പൊ ഇനി ഇത് എത്രത്തോളം ദൂരത്തേക്ക് നമുക്ക് നടന്നു നോക്കി നോക്കാം. ഞാൻ എന്റെ വീടിന് മുമ്പിൽ കൂടെ കുറച്ച് ദൂരത്തേക്ക് നടന്നു നോക്കി നോക്കാം. അപ്പൊ നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്ന ശബ്ദം സെയിം വോളിയം ഉണ്ടോ, സെയിം ക്വാളിറ്റി ഉണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കി നോക്കാം. അപ്പൊ ഞാൻ എന്റെ വീടിന്റെ മുമ്പിൽ നിന്നാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പൊ ഏകദേശം ഞാനും ക്യാമറയും തമ്മിൽ ഒരു 10 അടി ഡിഫറൻസ് ഉണ്ടാവും. ഞാൻ അത് കുറെ ദൂരത്തേക്ക് പോയി നോക്കി നോക്കാം. അപ്പൊ എത്രത്തോളം ക്ലിയർ ഉണ്ട്, ഓഡിയോ ലൗഡ് ഉണ്ടെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ ഞാൻ എങ്ങനെ പോയാലും അറ്റം വരെ നടന്നു പോകുന്നതാണ്. അപ്പൊ ആ അറ്റത്തുനിന്ന് പോയിട്ട് ഞാൻ വീണ്ടും വർത്താനം പറയാം, അത് ക്ലിയർ ആണോ ഇല്ലയെന്ന് വൺസ് എഡിറ്റിംഗ് ടേബിളിൽ എത്തുമ്പോഴേ എനിക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പൊ ഞാൻ എന്റെ വീടിന്റെ ഓപ്പോസിറ്റുള്ള റോഡിൽ ഏറ്റവും അറ്റത്തിട്ട് എത്തിയിട്ട് ഞാൻ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു ഓഡിയോ ഒന്നും നിങ്ങൾക്ക് ഒരു ഇഷ്യൂ ഇല്ലാതെ കേൾക്കാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇവർ പറയുന്നത് 400 മീറ്റർ വരെയാണ് ഈ ഒരു ട്രാൻസ്മിറ്റർ റിസീവറിന്റെയും കണക്ടിവിറ്റി കിട്ടും എന്നാണ് പറയുന്നത്. ഇതിപ്പോ ഏകദേശം ഒരു 50-60 മീറ്റർ ഉണ്ടാവുള്ളൂ. അപ്പൊ നല്ല ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്ന വിചാരിക്കുന്നു. അപ്പൊ ഇത് ആറ്റം വരെ പോയിട്ടുള്ള വോയിസ് നിങ്ങൾ ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ അപ്പൊ ഈ ഒരു മൈക്കിന് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. 400 മീറ്റർ വരെയാണെന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഏകദേശം ഒരു 100 മീറ്റർ താഴെ എങ്ങനെ പോയാലും പോയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ ഈ ഓഡിയോ നല്ല ക്ലിയർ ആയിട്ട് കേൾക്കുമെന്ന് വിചാരിക്കുന്നു. കുറച്ച് ഞാൻ നല്ല അടുത്ത് അത്യാവശ്യം അത് വലിയ ഡിഫറൻസ് ഒന്നും വരത്തില്ല. 400 മീറ്റർ വരെയാണ് ഇതിന്റെ റേഞ്ച് എന്ന് പറയുന്നത്. കമ്പനി അവകാശപ്പെടുന്നത് ഏകദേശം 7 മണിക്കൂറാണ് ഈ ഡിവൈസസിലൊക്കെ ബാറ്ററി ബാക്കപ്പ് ഉള്ളത്. അതല്ല 40 മണിക്കൂർ വരെ ഓഡിയോ ഫയൽസ് ഇതിന്റെ റിസീവറിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. അതിനുള്ള മെമ്മറി അതിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് പിന്നീട് വേണമെങ്കിൽ കമ്പ്യൂട്ടറിലേക്ക് ഇവരുടെ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് മാറ്റാവുന്നതാണ്. ഇതല്ലാതെ നിങ്ങൾ ഓൾറെഡി വീഡിയോസിൽ കാണുന്നേക്കുന്നു എത്ര ദൂരത്ത് പോയി സംസാരിച്ചാലും നമുക്ക് നല്ല രീതിയിൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഓഡിയോ ഇതിൽ കിട്ടുന്നുണ്ട്. പക്ഷേ എന്താ പറയുക, ഞാൻ അധികം ദൂരമൊന്നും പോയിട്ടില്ല. ഒരു 50 മീറ്റർ, 60-70 മീറ്റർ, 400 മീറ്റർ വരെയാണ് കമ്പനി വഴി നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഓഡിയോ വരുന്നത് പറയുന്നത്. ഇതുവരെ എൻ്റെ എല്ലാ വീഡിയോസ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ബോയ MM1 എന്ന് പറഞ്ഞൊരു ലാവലിയർ മൈക്കാണ്, വയേർഡ്. അത് ഏകദേശം 20 അടി വരെ നീളത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ അതല്ലാതെ ഈ ഒരു മൈക്ക് ഞാൻ യൂസ് ചെയ്തിരുന്നു, ബോയയുടെ M1 എന്നുണ്ട്. ഇത് എൻ്റെ ക്രിപ്റ്റോ ചാനലിൽ കമ്പ്യൂട്ടർ സ്ക്രീനിൽ റെക്കോർഡ് ചെയ്യുമ്പോഴാണ് അതൊക്കെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഒരു മൈക്ക് യൂസ് ചെയ്ത് റെക്കോർഡ് ചെയ്യുമ്പോൾ പറഞ്ഞു വോയിസ് ലൗഡാണ് പക്ഷെ ക്ലിയർ അല്ല എന്നുണ്ട്. അപ്പൊ അതൊക്കെ കാരണം കൊണ്ടാണ് ഞാൻ ഈ ഒരു വയർലെസ് ഗോ ടൂയിലേക്ക് അപ്ഗ്രേഡ് ചെയ്തത്. ഇതെല്ലാ വീഡിയോയ്ക്ക് ഈ ഒരു കമന്റ് വരാറില്ല. ചില വീഡിയോസിൽ ഞാൻ വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള റൂമിലൊക്കെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ എക്കോ അടിച്ചിട്ടായിരിക്കും ഈ ഒരു സൗണ്ട് ഡിഫറൻസ് ഒക്കെ വരുന്നത്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഈ ഒരു മൈക്കിൽ ഉണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ വരും ദിനങ്ങളിൽ എന്റെ മിക്ക വീഡിയോസിലും എല്ലാ വീഡിയോസിലും ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ഈ വയർലെസ് ഗോ ടു എന്ന് പറഞ്ഞ മോഡലായിരിക്കും. അപ്പൊ കുറച്ചുകൂടി ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഓഡിയോ ഉണ്ടാവും, നല്ല ക്വാളിറ്റി ഉണ്ടാവും. ഇത്ര അടുത്ത് നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ നല്ല വോളിയം ഉണ്ടാവും നിങ്ങൾക്ക് കേൾക്കുന്നതിൽ. അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്ത് എങ്ങനെയുണ്ട് ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് താഴെ. അപ്പൊ എനിക്കറിയാൻ പറ്റും ഇതിന്റെ ഇതുവരെ ചെയ്ത എന്റെ വീഡിയോസിന് ഈ ഒരു ഓഡിയോ ഡിഫറൻസ് ഉണ്ടോ, നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നുള്ളതൊക്കെ. അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ റോഡ് വയർലെസ് ഗോ ടു എന്ന മോഡലിന്റെ ഒരുവിധ സകലമായ കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അൺബോക്സ് ചെയ്ത് അതിന്റെ റിവ്യൂ ചെയ്ത് കാണിച്ചു തന്നു, അതിന്റെ യൂസ് കേസുകൾ കാണിച്ചു തന്നു, നമ്മൾ ദൂരെ നടന്നിട്ടുള്ള രീതിയിലുള്ള ഓഡിയോസ് എത്രത്തോളം കിട്ടുന്നുള്ളത് കാണിച്ചു തന്നു. അപ്പൊ എല്ലാ യൂസ് കേസും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെങ്കിൽ താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത് ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇത് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു ബിഗ് ബില്യൺ ഡേ, പ്രൈം ഡേ സെയിലൊക്കെ വരുന്നുണ്ട്. അതുവരെ വെയിറ്റ് ചെയ്യുക, നല്ല ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഏതായാലും ഞാൻ ഈ ഒരു പ്രൊഡക്റ്റിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, താല്പര്യമുള്ളവർക്ക് വാങ്ങാവുന്നതാണ്. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നതായിരിക്കുന്നു എങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഓൺ എനേബിൾ ആക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതേപോലത്തെ അൺബോക്സിംഗ്, ടെക് ടിപ്സ്, റിവ്യൂ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് ഉടനടി വരികയുള്ളൂ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയിൽ വീണ്ടും കാണാം.